എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. എന്നാലും ഞാനിപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹറയ്ക്ക് എന്തായാലും ഒരു മറുപടി കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് മാത്രമേ ഉള്ളൂ, ഒത്തിരി ലെങ്തൊന്നും ഇല്ല. പിന്നെ നേരത്തെയൊക്കെ നമുക്ക് ചക്ക കിട്ടിയപ്പോഴത്തേക്ക് ചക്ക കറി വെക്കുന്നതാണെങ്കിലും ചക്കക്കുരു മാങ്ങ നമ്മൾ എരിശ്ശേരി വെക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കിട്ടിയ ചക്കയിൽ പകുതി ചക്ക ഞാനങ്ങ് അപ്പുറത്ത് ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട്. അവിടെ മുറ്റത്തിട്ട് തന്നെ കേട്ടോ വേവിക്കുന്നത്. ഇവിടങ്ങളിൽ കുറേ വീട്ടിലൊക്കെ പുറത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളിവിടങ്ങളിലൊക്കെ നല്ല യഥം കിട്ടുന്നതെന്ന് വെച്ചാൽ വിറകൊക്കെ ശരിക്കുള്ളത് കൊണ്ട് പുറത്താകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറക്കിയൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ ബാലൻസ് നമുക്കിരുന്ന ചക്കയാണെന്നുണ്ടെങ്കിൽ ഞാനും അത് വന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പലപ്പോഴായിട്ട് പല മെസ്സേജൊക്കെ വരുന്നുണ്ട്. ആ ഒരു മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാതെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നിട്ട് കാര്യമില്ല എന്നറിയാം. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാണുന്നതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അത് ചിലപ്പോൾ എൻ്റെ സാഹചര്യം കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യത്തിലായി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ട് പോകുമ്പോഴാണ് കേട്ടോ അങ്ങനെ എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റാതെ വരുന്നത്. പിന്നെ നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദു ആണോ ജാതി മാറിയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതാണോ ബർക്കത്തില്ലാത്തത്? ഞാൻ ചോദിക്കട്ടെ, സുഹറ എന്ന് പറയണ നിങ്ങൾക്ക് ബർക്കത്തുള്ള ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ളൊരു മെസ്സേജ് ഇടുമായിരുന്നു. ഒരിക്കലും ബർക്കത്തുള്ള ഒരാൾ ഇതുപോലുള്ളൊരു മെസ്സേജ് ഇടാനായിട്ട് ശ്രമിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ പോയിട്ട് നല്ലൊരു വ്യക്തിയാവുക, മനുഷ്യനായിട്ട് ജീവിക്കുക. നമ്മൾ എല്ലാ ആൾക്കാരുമായിട്ട് സഹകരിച്ച് നല്ല രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ടാൽ മതി, ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണണമെന്നില്ല. പിന്നെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതുപോലുള്ള നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്കറിയുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴും തളർന്ന് ഈ ഒരു എൻ്റെ ചാനൽ നിർത്തി പോകാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങി. ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിന്നൊരു വരുമാനം കിട്ടിയിട്ട് വേണം, കിട്ടുന്ന ആ ഒരു വരുമാനം കൊണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾ ജീവിച്ച് പോകത്തുണ്ടോ? ഒരു വീടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ഫാമിലിയിലാണെങ്കിലും പലർക്കും പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. അതെല്ലാ കാര്യങ്ങളും നമുക്ക് വന്നിട്ട് പിന്നെ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാനോ അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ആർക്കും ആരുടെയും കുടുംബകാര്യങ്ങളൊന്നും വന്ന് ചർച്ച ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. അങ്ങനെ പറയുന്നവർ കാണുമായിരിക്കും. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ്, നമ്മളെ രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ ലാസ്റ്റ് വരെ ആ ഒരു വീഡിയോ കയറി കണ്ട് നോക്കാം. ഒരാളിനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്നും ആ ഒരു വ്യക്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരണത്തോട് മല്ലടിച്ച് കിടന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ ബോക്സ് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വരുമ്പോൾ ഈ ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മളെ കൂടെ നിന്ന് നമുക്ക് ഭക്ഷണങ്ങൾ വരെ കൊണ്ട് തന്ന് നമ്മൾ നോക്കിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും മനുഷ്യനെ മനസ്സിലാക്കി എല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ പറഞ്ഞത്. പിന്നെ ഇപ്പം തന്നെ എങ്ങനെയൊക്കെ ഇത്രയും കാലമൊക്കെ അങ്ങ് ജീവിച്ചൊക്കെ വന്ന് ഇനിയും കുറച്ച് നാളും കൂടെ ജീവിക്കണമെന്നുണ്ട്. ആപത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടണം. എല്ലാവരും പരസ്പരം മനുഷ്യനെ മനസ്സിലാക്കി സ്നേഹിച്ച് പോവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.